ഹാൻഡ വൈറസിനെ കുറിച്ച് സംസാരിക്കാവും ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇതൊരു പുതിയ വൈറസാണോ? കോവിഡിനെ പോലെ ഇത് പടരുമോ? ഇത് പേടിക്കേണ്ട ഒരു അസുഖമാണോ എന്നൊക്കെ ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട്. ഹന്ത വൈറസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്ക പടരുന്നത് സ്വാഭാവികമാണ്. അർജന്റീന തീരത്ത് പുറപ്പെട്ട ഒരു ഡച്ച് ക്രൂയിസ് കപ്പലിൽ യാത്രക്കാരായിട്ടുള്ള 8 പേർക്കാണ് ഇപ്പോൾ ഹാൻഡ വൈറസ് രോഗം ബാധിച്ചിരിക്കുന്നത്. 3 പേർ മരണപ്പെടുകയും ഇവരെ പരിശോധിച്ച ഡോക്ടർ അടക്കം ഗുരുതരാവസ്ഥയിലാണ്. ഇതുകൊണ്ടാണ് ധാരാളം ആളുകൾ ഈ ഒരു പേടിയിലായിരിക്കുന്നത്. ഇതൊരു പുതിയ വൈറസ് രോഗബാധയാണോ? ഇത് ലോകമെമ്പാടും പടരുമോ എന്നൊരു ഭയം പല ആളുകളിലും ഉണ്ട്. ഈ വാർത്ത ഒന്ന് കണ്ടുപോയിക്കേ. മാരകമായ ഹാൻഡ വൈറസ് രോഗം കേരളത്തിലും. രോഗം ബാധിച്ചുള്ള ആദ്യ മരണം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് ഹാൻഡ വൈറസ് ബാധിച്ച് ഒരു വ്യക്തി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ്. 12 വർഷം മുമ്പ് നടന്നൊരു കഥയാണ്. അപ്പോൾ ഇത് മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അസുഖമാണ്. ഇത് പുതിയൊരു വൈറസ് അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒത്തിരി രാജ്യങ്ങളിൽ ഹാൻഡ വൈറസ് റിപ്പോർട്ട് ചെയ്തെന്നുള്ളത് മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. 9 രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു, 11 രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു, രാജ്യങ്ങളെല്ലാം സർവേലൻസിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഭയം വരും. ഇത് വീണ്ടും ഒരു ഗ്ലോബൽ ഔട്ട് ബ്രേക്ക് ആയിട്ട് വരുമോ എന്നുള്ളൊരു ചോദ്യം പല ആളുകളുടെയും മനസ്സിലുണ്ടാവും. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ട്രാക്കിംഗ് ചെയ്യാറുണ്ട്. ഇത് പുതിയ വലിയ ഔട്ട് ബ്രേക്ക് അല്ല. ഈ റിപ്പോർട്ടുകളുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂസ് ഷിപ്പിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ പല രാജ്യങ്ങളിലേക്കും തിരികെ യാത്ര ചെയ്തു. രോഗലക്ഷണങ്ങൾ ചിലർക്ക് പിന്നീട് വന്നതിനാൽ ആ രാജ്യങ്ങളിലെ ആരോഗ്യ വിഭാഗങ്ങൾ പ്രിക്കോഷണറി മെഷറായിട്ട് അവിടെ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, കോണ്ടാക്ട് ട്രേസിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് നിപ്പയൊക്കെ വന്നപ്പം കോണ്ടാക്ട് ട്രേസിംഗ് ചെയ്തില്ലേ? ഐസൊലേഷനും അവിടെ നൽകുന്നുണ്ട്, ക്ലോസ് കോണ്ടാക്റ്റിനെ നിരീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ആ രാജ്യങ്ങളുടെ പേര് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാതെ 11-12 രാജ്യത്തിലൊന്നും ഇപ്പോൾ ഈ ഒരു വൈറസ് പടർന്നു പിടിക്കുന്നില്ല. രാജ്യത്തിൻ്റെ വൈറസ് അൺകൺട്രോൾഡ് ആയിട്ട് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ആ രാജ്യത്തിൽ ഒത്തിരി ആളുകൾക്ക് പടരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അറിയുന്ന കേസുകളെല്ലാം ഈ ക്രൂയിസ് ഷിപ്പിൽ നിന്ന് വന്ന വ്യക്തികൾക്കുണ്ടാവുന്ന ലക്ഷണങ്ങൾ മാത്രമാണ്. അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പടർന്ന് ഒത്തിരി ആളുകളിലേക്ക് വന്നതായിട്ട് ഇതുവരെ റിപ്പോർട്ടില്ല. ഓക്കെ, അപ്പോൾ കോവിഡ് പോലൊരു കമ്മ്യൂണിറ്റി ഔട്ട് ബ്രേക്ക് അല്ല. പക്ഷേ ഈ രോഗത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എലികളിൽ നിന്നാണ് ഇത് മനുഷ്യരിലേക്ക് ഹാൻഡ വൈറസ് പകരുന്നത്. ഇത് കൂടാതെ അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗം അങ്ങോട്ട് ബാധിക്കാം. 8 ദിവസം മുതൽ 40 ദിവസത്തിന് ഉള്ളിലാണ് ഈ രോഗം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ഓക്കെ, ഇപ്പോൾ 8 ദിവസം ആയതുകൊണ്ട് തന്നെ പല ആളുകളിലും നല്ല വൈറസ് ലോഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം പകരാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കപ്പലിലുണ്ടായിരിക്കുന്ന ഒരു വകഭേദം 50% മരണനിരക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇന്ത്യയിലുള്ള ധാരാളം ആളുകൾ പോലും ആ കപ്പലിലുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അർജന്റീനയിൽ നിന്ന് ഒരു വൈൽഡ് ലൈഫ് എക്സ്പെഡീഷൻ ക്രൂയിസ് ഷിപ്പാണ് ഈ ഹാൻഡ വൈറസിന് വ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 150ഓളം പേരാണ് കപ്പലിലുള്ളത്. 8 പേർക്കാണ് രോഗം വരികയും 3 പേർ മരണപ്പെടുകയും ചെയ്തു. മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാനുള്ള ഒരു മെഷേഴ്സ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇത് മിക്കവാറും ഇവർ ഇങ്ങനെ വൈൽഡ് ലൈഫ് എക്സ്പെഡീഷന് പോയപ്പോൾ ഏതെങ്കിലും എലിയുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായത് കൊണ്ടാവും അവർക്കുണ്ടായത്. അതിനുശേഷം കപ്പലിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകർന്നാവും. കോവിഡ് പോലെ ഒരു പരിചിതമല്ലാത്ത ഒരു വൈറസ് അല്ല ഇത്. ഒരു 30 മുതൽ 50 തരം ഹാൻഡ വൈറസുകളുണ്ട്. നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളൊരു വൈറസാണ്. അതിൽ ചില ഹാൻഡ വൈറസുകൾ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്ന വൈറസുകളാണ്. ഇന്ത്യയിലെ ഹാൻഡ വൈറസുകൾ പ്രധാനമായിട്ടും കിഡ്നിയിലാണ് ബാധിക്കുന്നത്. വെല്ലൂർ മെഡിക്കൽ കോളേജിലൊക്കെ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ജേണലുണ്ട്. ഏഷ്യയിൽ കാണപ്പെടുന്ന ഹാൻഡ വൈറസുകൾ പ്രധാനമായിട്ടും കിഡ്നിയെ അഫക്റ്റ് ചെയ്യുക, മൂത്രത്തിന് തടസ്സം ഉണ്ടാക്കുക, ഡയാലിസിലോട്ട് പോവുക, അങ്ങനെയൊക്കെയാണ്. തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഹാൻഡ വൈറസുകൾ ആൻഡീസ് വൈറസ് എന്നാണ് എന്നെ പറയുന്നത്. ഇതാണ് ഇപ്പോൾ ഈ കപ്പലിൽ കാണപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് ലങ്സിനാണ്, ശ്വാസകോശത്തിനെയാണ് ബാധിക്കുന്നത്. നമുക്ക് ശ്വാസം മുട്ടലുണ്ടാവും, അതുപോലെ തന്നെ വെന്റിലേറ്ററിലൂടെയൊക്കെ പോകും. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മരണനിരക്ക് 50%-ഓളമാണ്. അപ്പോൾ ആ ഒരു വൈറസ് ഗുരുതരമായിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കടുത്ത പനിയായിരിക്കും, നല്ല കടുത്ത പനി. അതിനോടൊപ്പം ഏതെങ്കിലും എലിയുമായിട്ടുള്ള എക്സ്പോഷർ ഉണ്ടായിരിക്കും. പിന്നെ നല്ല ശരീരവേദന ഉണ്ടായിരിക്കും. മസിലൊക്കെ നല്ലവണ്ണം വേദന ഉണ്ടാവും. ഓരോ മസിൽസ് അറിയാൻ പറ്റും. പ്രത്യേകിച്ചും തുട, ബാക്കിലും ഷോൾഡറിലൊക്കെ നല്ല വേദന ആയിരിക്കും. എക്സ്ട്രീം ക്ഷീണമായിരിക്കും, തലവേദന ഉണ്ടാവും, വിറയലുണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും, ഓക്കാനം, ഛർദിൽ, വയറിളക്കം ഉണ്ടാവും. ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ്. നല്ല ശക്തമായ ഒരു വയറുവേദനയൊക്കെ ഉണ്ടാവും. സാധാരണ മിക്ക ആളുകളും വിചാരിക്കും ഇതൊരു വൈറൽ പനിയാണ്. പക്ഷെ നിങ്ങൾ എലിയുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ
ഈ പനി ശ്രദ്ധിക്കേണ്ടതാണ്. വയറിളക്കം ഉണ്ട്, കണ്ടോ, ശ്വാസമുട്ടലുണ്ട്, വയറിളക്കമുണ്ട്. ഡേഞ്ചറസ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ എലിയുമായിട്ട് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്, അതിനോടൊപ്പം കടുത്ത പനിയുണ്ടായി, അതിനുശേഷം ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇതിനാണ് നമ്മൾ ഹാൻഡ വൈറസ് പൾമിനറി സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇത് നമ്മൾ ഉടനെ ട്രീറ്റ് ചെയ്യണം. അവിടെ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവും, നമ്മൾ വളരെ പെട്ടെന്ന് ശ്വാസം എടുക്കാനായിട്ട് തുടങ്ങും, ചുമ വിട്ടുമാറാതെ നിൽക്കും, ചെസ്റ്റും ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും, ഓക്സിജൻ നോക്കുന്ന സമയത്ത് 94% താഴെ ഓക്സിജൻ സാച്ചുറേഷൻ പോവും, നമ്മുടെ ചുണ്ടൊക്കെ ബ്ലൂ കളറിലോട്ട് മാറും, ഫിംഗറൊക്കെ ബ്ലൂ കളറിലോട്ട് പോകും. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് പറയുന്നത്. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ, അതായത് ഇന്ത്യയിലുള്ള ഹാൻഡ വൈറസ് ഒക്കെ ആണെങ്കിൽ മൂത്രത്തിനാണ് പ്രശ്നം വരുന്നത്. മൂത്രം കുറയും, അതുപോലെ നമ്മുടെ കാലിലും മുഖത്തും ഒക്കെ നീര് വരും, ബ്ലഡ് പ്രഷർ കുറയും, ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാവും, കിഡ്നി തകരാറിലോട്ട് പോകും. ഇതാണ് ഇതിൻ്റെ ലക്ഷണം. അപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ട്, അതിനോടൊപ്പം എലിയുമായിട്ട് എക്സ്പോഷർ ഉണ്ടെങ്കിലാണ് ഉറപ്പായിട്ടും നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നത്. സാധാരണ പറയുന്നത് നമുക്ക് എലിയുമായിട്ട് എക്സ്പോഷർ ഉണ്ട്, അതിനോടൊപ്പം കടുത്ത പനിയോ ശ്വാസം മുട്ടലോ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ നല്ല ക്ഷീണമോ ഒക്കെ ഉണ്ടാവുന്നുണ്ട്, മൂത്രം വളരെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ വേണമെന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ വരാതെ നോക്കാം? പ്രധാനമായിട്ടും എലിയുമായിട്ട് അടുത്ത് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ നോക്കുക. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയുടെ മലമൂത്ര വിസർജനവുമായിട്ടും അടുത്ത് കോണ്ടാക്റ്റ് പാടില്ല. അതായത് ഈ എലിയുടെ മലമൂത്ര വിസർജനം കൈകാര്യം ചെയ്യുന്ന സമയത്തും നമ്മൾ വെറുതെ സ്വീപ്പ് ചെയ്യരുത്. നമ്മൾ ഗ്ലൗസ് ഇടണം, മാസ്ക് ധരിച്ചിരിക്കണം ക്ലീൻ ചെയ്യുന്ന സമയത്ത്. അതുപോലെ റൂമിൽ വെന്റിലേഷൻ ഉറപ്പുവരുത്തണം കയറുന്നതിന് മുമ്പായിട്ട്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് കഴിക്കാനാണ് എലികൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും വീടിൻ്റെ പരിസരവും എല്ലാം ക്ലീൻ ആയിട്ട് വെക്കണം. ഓക്കെ, ഇതാണ് എലികളെ തടയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ ക്രൂയിസ് ഷിപ്പ് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് അല്ലേ, അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല, അതുപോലെ പെട്ടെന്ന് ആശുപത്രിയിലോട്ട് പോകാനും സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളൊരു വ്യക്തിയുമായിട്ട് അടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചെങ്കിലും ഐസൊലേഷൻ ഇച്ചിരി പ്രയാസമാണ് തുടക്കത്തിൽ. അപ്പോൾ ആ ഒരു രീതിയിലാണ് മറ്റുള്ളവരിലേക്ക് പകർന്നത്. അല്ലാതെ ഇത് ഒരു ആളിൽ നിന്ന് ഇങ്ങനെ വായുവിലൂടെ പകർന്ന് അടുത്തവരോട്ട് പോയി ഇത് മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഉയർന്ന മരണനിരക്ക് വരാനുള്ള കാരണം ഈ ഒരു വകഭേദമുള്ളത് കൊണ്ടാണ്. കോവിഡിനെ പോലെ അതിവേഗം പടരുന്ന ഒരു മഹാമാരി അല്ല. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണം 8 മുതൽ 40 ദിവസത്തിൻ്റെ അകത്തുണ്ടായിരിക്കും. ഇതാണ് രോഗവ്യാപനം സങ്കീർണമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്യണം. ഉറവിടം എലികളിൽ നിന്ന് തന്നെയാണ്, രോഗം പകരുന്നത് എലികളുടെ വിസർജ്യങ്ങളിൽ നിന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ശ്വാസകോശത്തിൽ നിന്നുള്ള ഈ കളകങ്ങൾ പൊടി രൂപത്തിൽ വായുവിൽ കലരുകയും അത് മനുഷ്യർ ശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അസുഖം ഉണ്ടാവും. അപ്പോൾ എലികൾ ഉള്ള സ്ഥലത്ത് നമ്മൾ പോവുകയാണെങ്കിൽ എപ്പോഴും വായുസഞ്ചാരം ഉറപ്പുവരുത്തണം. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങൾ വൃത്തിയാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ട്രക്കിംഗ് നടത്തുമ്പോഴോ വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാസ്ക് ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം, വായുസഞ്ചാരം ഉറപ്പുവരുത്തണം. അങ്ങനെ മാത്രമേ നമ്മൾ ആ ഒരു എലിയുടെ വിസർജനമായിട്ടോ അല്ലെങ്കിൽ എലിയുമായിട്ട് ഹാൻഡിൽ ചെയ്യാവൂ. ഇത് കോവിഡ് പോലെ ഇങ്ങനെ വായുവിലൂടെ പകർന്ന് പെട്ടെന്ന് പടരുന്നൊരു അസുഖമല്ല, പണ്ട് മുതലേ ഉള്ള ഒരു അസുഖം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കപ്പലിൽ പല ആളുകൾക്കും മരണമുണ്ടായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ വന്നത്. ഇപ്പോൾ ഈ എലിയുടെ ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് നമ്മൾ ശ്വസിക്കാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഇപ്പോൾ അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം, ഒരു മുറി, നമുക്ക് എലി ഉണ്ടെന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ ഗോഡൗൺ, അടഞ്ഞ ഒരു ഗോഡൗൺ, അവിടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ ഡ്രൈ സ്വീപ്പ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊടി എന്ത് ചെയ്യും? ആകാശത്തോട്ട് വരും അല്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണം. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് റൂമുകളെല്ലാം തുറന്നിടുക, അതിനുശേഷം ബ്ലീച്ചിങ് പൗഡറൊക്കെ തളിക്കുക, അത് കഴിഞ്ഞ് മാസ്കും ഗ്ലൗസും ഇട്ടതിന് ശേഷം വേണം ക്ലീൻ ചെയ്യാൻ. ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അവരെ ഐസൊലേറ്റ് ചെയ്യും, കോവിഡൊക്കെ പോലെ മാറ്റും. അതിനുശേഷം ആ അസുഖം സിംറ്റംസ് മാറിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുമായിട്ട് അടുത്ത സമ്പർക്കത്തിലോട്ട് കൊണ്ടുപോകുക. കാരണം മരണനിരക്ക് കൂടുതലായതുകൊണ്ട് അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവരെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നുണ്ടോ, മൂത്രത്തിന് കുറവുണ്ടാകുന്നുണ്ടോ, അങ്ങനെയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് നോക്കും. ഈ പറഞ്ഞ ഒരു വകഭേദമാണെങ്കിൽ ശ്വാസം മുട്ടൽ വരാനുള്ള സാധ്യത കൂടുതലാണ്, വെന്റിലേറ്ററിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ക്രിട്ടിക്കലായിട്ടുള്ള ICUവിലൊക്കെ ഇവരെ ട്രീറ്റ് ചെയ്യും. ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ രോഗികളെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. നേരത്തെ കണ്ടെത്തി ചികിത്സിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഹാൻഡ വൈറസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു വൈറസാണ്.
നമ്മളങ്ങനെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. പക്ഷേ എലികളെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇത് കൂടാതെ വേറെയും അസുഖങ്ങൾ എലികളിൽ നിന്ന് വരാം. ഓക്കെ, ഇപ്പോൾ എലികൾ കൂടുതലായിട്ട് വരുന്ന ഒരു സ്ഥലങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. പഴയ ഗോഡൗണുകൾ, അല്ലെ അടച്ചിട്ട മുറികൾ, വനപ്രദേശങ്ങൾ, ക്യാമ്പിംഗ് ഏരിയകൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിയുടെ വിസർജനമാണെങ്കിലും അതുപോലെ തന്നെ ഇതൊക്കെ ഒട്ടും കൈകാര്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്നും വളരെ കാര്യമാക്കാറില്ല. ഈ പൊടി മുഴുവൻ ഇങ്ങനെ തൂക്കുന്ന സമയത്തൊക്കെ ഈ പൊടികളെല്ലാം ഉയർന്നു വരും. അപ്പോൾ ഈ വൈറസ് ഇറങ്ങിയിട്ടുള്ള ഈ ചെറു കണകങ്ങൾ വായുവിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുന്ന സമയത്ത് പൊടി ഉണ്ടെന്നോ ഉറപ്പുണ്ടെങ്കിൽ മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കുക, കയ്യുറ ഉപയോഗിക്കുക, നേരിട്ട് പൊടി ഉയരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ആദ്യം ഡിസ്ഇൻഫെക്റ്റൻ്റ് സ്പ്രേ ചെയ്യുക, വെന്റിലേഷൻ ഉറപ്പാക്കുക, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം ഈ എലിമൂത്രം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ചെറിയൊരു മഴ പെയ്യുന്ന സമയത്ത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവും. അപ്പോൾ ഈ എലിമൂത്രം വരുന്ന സമയത്ത് നമ്മുടെ തൊലിയിൽ എന്തെങ്കിലും മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എലിപ്പനി വരാൻ സാധ്യതയുണ്ട്, ലെപ്റ്റോസ്പൈറോസിസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വെള്ളങ്ങളിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കാലിലൊരു കാലുറ ധരിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു കവർ വല്ലതും വെച്ച് കെട്ടണം. നമ്മൾ ഡയറക്റ്റ് ആ വൈറസ് നമ്മുടെ ശരീരത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് എലിപ്പനി വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള വെള്ളത്തിൽ ഇറങ്ങുവാണെങ്കിൽ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിന്ന് പറഞ്ഞത് ഹാൻഡ വൈറസിനെ കുറിച്ചും അതുപോലെ എലികളിൽ നിന്ന് വരുന്ന അസുഖങ്ങളെക്കുറിച്ചും കുറച്ച് അസുഖങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിനെ തടയാമെന്നും വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ജീവനുകളും രക്ഷിക്കാനായിട്ട് അത് സഹായിക്കും.